മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ശക്തികൾ ദ്രവിച്ചു പോകും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അതെ, ആ ശക്തി തന്നെയാണ് ഇന്ന് കാണും വിധത്തിൽ അങ്ങുമിഞ്ഞു എത്തുവാൻ കഴിയാതെ അയ്യോ ഇതെന്തൊരു ജീവിതം എന്ന് സ്വയം വിലപിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള ഒരു വിഷയമാക്കി തീർക്കുകയും ചെയ്തു. നിന്നെ മാത്രമല്ല, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ മക്കളുടെ. അതെ, ആ ശക്തികൾ ഇന്ന് ദ്രവിച്ചു പോകും. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകം 15-14 വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ ലേവിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. അവൻ്റെ ബന്ധനങ്ങൾ, ഇവിടെ ഒരു മനുഷ്യൻ പേര് സംശോൻ എന്നാണ്, പുള്ളി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചോളെ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മീൻസ് ശത്രുവിൻ്റെ ശക്തിയാൽ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആമേൻ. ബന്ധനം അതാണ്. ബന്ധിക്കപ്പെട്ടവന് ശക്തിയുണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയൊരു ശക്തി അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ടല്ല, കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അതിലും വലിയ ശക്തി. പുറമേ നോക്കുമ്പോൾ ആരും തോളി പിടിച്ചിട്ടില്ല, കൈ പിടിച്ചിട്ടില്ല, കാലി പിടിച്ചിട്ടില്ല, അവരെ കണ്ണി പിടിച്ചിട്ടില്ല, അല്ലേ? പക്ഷേ പറ്റുന്നില്ല. എല്ലാ സാഹചര്യവും അനുകൂലമാണ്. മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാം ഉണ്ട്, നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സാഹചര്യങ്ങൾ അനുകൂലമാണ്. അവർ പഠിക്കാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറയും പറ്റുന്നില്ല പാപ്പ, എത്ര പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷയിൽ എഴുതാൻ പറ്റുന്നില്ല. ഇനി അതും കടന്നു പോയാൽ റിസൾട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് പ്രയോജനപ്പെടുന്നില്ല. അപ്പം നമ്മളിങ്ങോട്ട് ചോദിക്കും, പിന്നെ നിനക്ക് എഴുതാൻ പറ്റാതിരിക്കാൻ നിൻ്റെ കൈ കയറി പിടിച്ചിരിക്കുകയല്ലേ? ചോദിച്ചിട്ടില്ലേ? നിൻ്റെ കണ്ണിൽ കയറി പിടിച്ചിരിക്കുകയല്ലേ? ശരിയാണ്. അങ്ങനെയൊക്കെ പറ്റാതാവണമെങ്കിൽ അങ്ങനെയൊക്കെ പിടിക്കാൻ ആരെങ്കിലും വേണം. പക്ഷേ ഇല്ല. എന്നിട്ടും ആ പിടിച്ചതിൻ്റെ റിസൾട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ, അപ്പോൾ കാണാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പിടുത്തം അവിടെ വീഴുന്നുണ്ട്. അതാണ് ബന്ധനം. ആരും ഒഴിപ്പിച്ചു കൊടുത്ത് വായിക്കകത്ത് വെച്ചിട്ടല്ലല്ലോ കുടിക്കുന്നത്. ചോദ്യം അതാണ്. പക്ഷേ കുടിക്കുന്നുണ്ട്. ആഗ്രഹമുണ്ടേ ഈ പരിപാടിയൊക്കെ നിർത്തി നല്ലവണ്ണം ജീവിക്കണം സഹോദരി, നിൻ്റെ ഭർത്താവിന്. അത് നിനക്ക് ഉറപ്പുണ്ടല്ലേ? ബോധത്തോടെ ഇരിക്കുമ്പോൾ പറയും എനിക്കും ആഗ്രഹമുണ്ടടി, പക്ഷേ പറ്റുന്നില്ല. അപ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. പിന്നെ പറ്റാതിരിക്കാൻ വേണ്ടി പറ്റാത്തതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഫോഴ്സ്ഫുള്ളി അവനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, പിശാചിൻ്റെ ശക്തി, അതിനെ ബലപ്പെടുത്തുന്ന, അതിനെ അങ്ങനെ ആക്കി മാറ്റുന്ന മന്ത്രവാദവും ആഭിചാരവും. മനസ്സിലായില്ലേ? ഇപ്പോൾ തീയുണ്ട്, ആ തീയെ വിളക്കിൽ കത്തിക്കുവാൻ ഒരു തിരി വേണ്ടേ? തീപ്പെട്ടി കൊള്ളി. അതുപോലെയാണ് ഈ മന്ത്രവാദം ആഭിചാരമൊക്കെ. അത്രയേ ഉള്ളൂ. തീ തന്നെയാണ്. പ്രവൃത്തി പിശാചിൻ്റേത് തന്നെയാണ്. അതിന് കാരണമായി നിൽക്കുന്ന മന്ത്രവാദ ആഭിചാര ശക്തികൾ ഇന്ന് ദ്രവിച്ചു പോകുക. അവിടെ വാക്ക് പ്രസക്തമാണ്. ദ്രവിച്ചു പോകുക. 2 വാക്ക് അവിടെ ഉണ്ട്. ഒന്ന് പൊട്ടിപ്പോയി, 2 ദ്രവിച്ചു പോയി. പൊട്ടിപ്പോയി എന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ, വീട്ടിൻ്റെ നിറയിൽ ഒരു വാഴയെ ചരിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വലിച്ചു കെട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കെട്ടിയ കെട്ട്, നല്ല കെട്ട്. ആമേൻ. ആ കെട്ട് പൊട്ടിപ്പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വീണ്ടും കെട്ടാം, അല്ലേ? അപ്പോൾ പൊട്ടിയിട്ട് കാര്യമില്ല, പിന്നെ ദ്രവിച്ചു പോകണം. ദ്രവിച്ചു പോയാലോ, ചെത്തുപോയാൽ പിന്നെ കെട്ടാൻ പറ്റുമോ? നിങ്ങൾ വിചാരിച്ചാലും പറ്റത്തില്ല. ചില കെട്ടുകളൊക്കെ ഒന്നുമാകുവാൻ പറ്റുവാത്ത വിധത്തിൽ നിന്നെ ഒതുക്കി കൂട്ടുവാൻ തക്കവണ്ണം പിശാചി കെട്ടിയ കെട്ടുകൾ, മന്ത്രവാദത്തിൻ്റെ ആഭിചാരത്തിൻ്റെ ശക്തിയാൽ ദുഷ്ടമനുഷ്യർ കെട്ടിയ കെട്ടുകൾ ക്ഷമിച്ചു മാറുക. ഇനി ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടും. അമേൻ. എന്തെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ള, പക്ഷേ ഇത് പൂർത്തീകരിക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നുള്ള കാരണം ആ കെട്ട് അത് പൊട്ടിമാറുക. ഇനി കുടുംബജീവിതത്തിനകത്തൊരു സമാധാനം ഉണ്ടാകും. ഇനിയും വലിച്ചുകൊണ്ട് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കെട്ട് അഥവാ ബന്ധനം ഇതെവിടെ നിന്നാ? നോക്കൂ, ഈ 15-ാം അധ്യായം 9 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഒരു 6-7 വാക്യങ്ങളേ ഉള്ളൂ. നിങ്ങളത് വായിച്ചു നോക്കുക, വായിച്ച് നല്ലതുപോലെ മനസ്സിലാക്കുക. എന്നിട്ട് ഈ ദൂത് ഏറ്റെടുത്ത് നിങ്ങൾ തുടർമാനമായി പ്രാർത്ഥിക്കണം. ഇത് നിർത്തിക്കളയരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, മറക്കരുത് കേട്ടോ.
ആമേൻ. ശിംശോൻ്റെ ജനം യഹൂദന്മാരാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ശത്രുവിന് കൊടുക്കാൻ വേണ്ടി. ഫെലിസ്തീനാണ് ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. ബന്ധിക്കുന്നതാരാ? സ്വന്തം ജനം. ഷബാർ ഈ തലമാശേഖനെ അല്ലേ? പണി കിട്ടുന്നത് ഇവിടെ നിന്നാ? അകത്തുനിന്ന് തന്നെ, പുറത്തുനിന്നൊന്നുമല്ല. ഇവരെ പ്രത്യേകത എന്താ? ശിംശോൻ ശക്തനാണ്. 2 കർത്താവ് തിരഞ്ഞെടുത്തവനാണ്, അവൻ്റെ അമ്മയുടെ ഉദരത്തിലെ കർത്താവ് തിരഞ്ഞെടുത്തവനാണ്. 3 അവനിലൊരു ന്യായാധിപനെ ദൈവം കാണുന്നുണ്ട്. പ്രിയരെ, എന്തുകൊണ്ടാണ് ഒപ്പമുള്ളവർ, പ്രിയപ്പെട്ടവരൊക്കെ പെട്ടെന്ന് ശത്രുക്കളായി മാറുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. നിന്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവരൊക്കെ ശത്രുക്കളായി മാറും. ഓ ഷബാർ ഈ ധലമാശേഖനെ. പ്രാർത്ഥിക്കുന്ന നിന്നെ, ആരാധിക്കുന്ന നിന്നെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന നിന്നെ നിനക്കൊരു വിലയും ഇല്ലെങ്കിൽ ലോകത്തിന് ഭയങ്കര ഭയമാണ്. മക്കളെ, നിങ്ങൾ പള്ളിയിൽ പോകുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നു, നിങ്ങൾ വലിയൊരു കാര്യമായിട്ടായിരിക്കത്തില്ല ഇരിക്കുന്നത്, അങ്ങനെ പോകുന്നു വരുന്നു. പക്ഷേ ആ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നിങ്ങളെ ഭയപ്പെടുന്ന ഒരു ലോകമുണ്ട്. കാരണം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നീ പ്രയോജനപ്പെടുമെന്ന് കർത്താവിന് അറിയാം. ഷബാർ ഈ ധലമാശേഖനെ. ഒരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. നീ ദൈവസന്നിധിയിൽ ഇരുന്നാൽ, നീ എങ്ങനെ ഇരുന്നാലും ദൈവസന്നിധിയിൽ ഇരുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. അതുകൊണ്ട് മിസ് ചെയ്ത് കളയരുത്. അയ്യോ ഉപവാസമല്ലേ, ആരാധനയില്ലേ, ഒന്നും നോ, നിങ്ങളിപ്പോൾ ഇരിക്കേ. പലരും പറയുന്നൊരു കാര്യമാണ്, പാസ്റ്ററെ പറ്റുന്നില്ല, വചനം കേൾക്കുമ്പം ഒരിതാണ്, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ. നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ കേട്ടോണ്ടിരിക്കുക, നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി വെറുതെ അങ്ങ് ഇരിക്കുക, നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും. കൂട്ടായ്മയുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ഒരു ദിവസം, ഞാൻ ആ ദിവസാന്നിധ്യം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആമേൻ. ഷബാർ ഈ ധലമാശേഖൻ. ഈ ശബ്ദം കേട്ടായിരിക്കുന്നവർക്ക് ആ ദൈവസാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. സഹോദരി, ആ രോഗത്തിൻ്റെ കെട്ടുപൊട്ടുക, നിന്നിൽ ഇപ്പോൾ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ രോഗത്തിൻ്റെ കെട്ടുപൊട്ടുക. ദീർഘനാളുകളായി നിന്നെ രോഗിയാക്കിയ, നീ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ, വർദ്ധിക്കുവാനും വിശാലത പ്രാപിക്കുവാനും കഴിയാത്ത വിധത്തിൽ കെട്ടിയ കെട്ട് റാഥലമാശേഖനെ റാഥോറിയേസ് യേശുവിനാമത്തിൽ ആ കെട്ട് പൊട്ടുക. ഷബാർ ഈ ധലമാശേഖനെ. നിന്റെ തലമുറകളെ കെട്ടിയ കെട്ട്. ഓ റാബാശേഖനെ. ഓ സ്തോത്രം. ഒരു അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ മക്കള് റബ്ബർ ബാൻഡേൽ കിട്ടിയ കല്ല് പോലെയാണ്. എന്താ? റബ്ബർ ബാൻഡേൽ കിട്ടിയ കല്ല് പോലെയാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് ദൂരോട്ട് എറിഞ്ഞാൽ ആ കല്ല് തിരിച്ചു വരും. ഈ റബ്ബർ ബാൻഡിൽ പിടുത്തം നിന്നാ ഇതുപോലെ ഇവർ പോവും. ഞാൻ വിചാരിക്കും ഇതോടെ ഇവന്മാർ പോയി രക്ഷപ്പെടും. കുറച്ച് കഴിയുമ്പം വീട്ടിനകത്ത് വന്നിരിക്കും. ഇത് തിരിച്ചു വരുമ്പോൾ ഈ റബ്ബർ ബാൻഡിൽ ഒരു കല്ല് കെട്ടിയിട്ട് കുഞ്ഞുങ്ങളൊന്നും ട്രൈ ചെയ്യണ്ട, മുതിർന്നവരൊന്നും ട്രൈ ചെയ്ത് നോക്ക്. സോ അങ്ങ് ദൂരോട്ട് പോവും. പക്ഷേ ഇത് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൈക്കണ്ടയിലൊക്കെ കയറി ഇടിയുള്ളൂ. നമ്മൾ സ്കൂളിൽ വെച്ച് പണ്ട് ചെയ്തിട്ടുള്ളതാണ്. അമേൻ. ഭയങ്കര വേദനയാണ് ഈ കല്ല് വന്ന് കൊള്ളുമ്പോൾ. അങ്ങനെ വേദനിപ്പിച്ചിട്ട് വീട്ടിനകത്ത് വന്നിരിക്കുക. ആ കെട്ടുപൊട്ടുക. നിൻ്റെ തലമുറ പുറത്തു വരുവാൻ, രക്ഷപ്പെടുവാൻ അനുവദിക്കാത്ത വിധത്തിൽ അവന് മേൽ, അവളുടെ മേൽ കെട്ടിയ കെട്ടുപൊട്ടുക. റാത്തലമാ ഷെഖനെ. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് വർദ്ധിച്ചു വരിക, അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ഓ ഷബാർ ഈ ധലമാ ഷെഖൻ. അമേൻ. ഇനി നിന്നെ വേദനിപ്പിച്ച് അതുങ്ങൾ വീട്ടിനകത്ത് വന്നിരിക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഓ ഷബാർ ഈ ധമാ ഷെഖനെ. അമേൻ. വേദനിപ്പിച്ച്, നിരാശപ്പെടുത്തി, സങ്കടപ്പെടുത്തി വീട്ടിനകത്ത് കൊണ്ടിരുത്തുക. ഓ, ഇനിയും ഒരു വേദന, ഇനിയും ഒരു സങ്കടം, ഇനിയും ഒരു കണ്ണുനീർ നിൻ്റെ തലമുറകളെക്കുറിച്ച് നിൻ്റെ ജീവിതത്തിലുണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ തെളിവാണ് നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഷബാറിദലമാശകൻ. അപ്പോൾ ഈ യുവന്മാരെല്ലാം സ്വന്തം ജനം എല്ലാം കൂടെ കെട്ടിക്കൊണ്ട് ശത്രുവിൻ്റെ കയ്യിലും കൊടുത്തു. ആമേൻ. സ്തോത്രം. കൂടെ നിന്നിട്ട് തന്നെ പണി കിട്ടിയത്. സ്വന്തം ബന്ധമെന്ന് കരുതിയവർ ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരു പായിൽ കിടന്ന് ഒരു പാത്രത്തിൽ ഉണ്ട്. പണി കിട്ടി. ഇപ്പോൾ പുറത്തു വരുവാൻ കഴിയാത്ത അവസ്ഥയിലായി. ആ കെട്ടിനെ കർത്താവ് പൊട്ടിക്കുക. ഇനി കെട്ടുവാൻ കഴിയാത്ത വിധത്തിൽ നിൻ്റെ തൊഴിലിൽ, നിൻ്റെ വരുമാന മേഖലയിൽ ഇനി ഒരു കെട്ട് വീഴുവാൻ ഇടവരാത്ത വിധത്തിൽ ശത്രു കെട്ടിയ കെട്ടുകൾ ദ്രവിച്ചു പോകുക. ദേശത്തിലെ മന്ത്രവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗകന്മാരും ചേർന്ന് കെട്ടിയ സകല കെട്ടുകൾ ഷബാർ ഈദാലമായി ഷെഖനെ റാഥോറിയ ഷബല റഥരെ ഷന്താർ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ഷബാർ ഈദാമ ഷെഖനെ. അമേൻ. ബിസിനസ് മേഖലയിൽ വീണ കെട്ട്, നിൻ്റെ കച്ചവടത്തിൽ, ആ സ്ഥാപനം മുഖാന്തരം നീ രക്ഷപ്പെടേണ്ടതാണ്. ആ ബന്ധനത്തെ കർത്താവ് ഒഴിക്കുക. നിൻ്റെ ശുശ്രൂഷയിൽ വന്ന കെട്ട് റാഥാലാബ ഷെഖനെ. നിൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന കെട്ട് ഓ റീഥാലാബ ഷെഖനെ. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഓ
ഷേഖനെ അവൻ ദ്രവിച്ചു പോകുക. ചിലത് ഇനിയില്ല. നിൻ്റെ ഭാവിക്ക് വിരോധമായി, നിൻ്റെ മകളുടെ ഭാവിക്ക് വിരോധമായി, ആ ഉത്തരഫലത്തിന് വിരോധമായി, അവളുടെ കുടുംബജീവിതത്തിന് വിരോധമായി ശത്രു ചെയ്തു വെച്ചത് ദ്രവിച്ചു പോകുക. ഷേഖനെ അമേൻ. ചിലത് പോയാൽ പിന്നെ ഹാപ്പിയാണ്. അമേൻ. കെട്ടഴിഞ്ഞപ്പോൾ പിന്നെ ശത്രുക്കളെല്ലാം വീഴുവാനായിട്ട് തുടങ്ങി. അമേൻ. സ്തോത്രം. ചില ബന്ധനങ്ങളെ കർത്താവ് ഈ ദിവസങ്ങൾ അഴിക്കുക. പ്രിയ സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, മക്കളെ കേൾക്ക്. നിങ്ങൾ ബന്ധിച്ച ബന്ധനങ്ങൾ ദീർഘവർഷങ്ങളായും ഒരിടത്തും എത്തുവാൻ ഒന്നും ആകുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ ബന്ധിച്ച ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുക. റെഡിയാണോ? ആ ഒരു അഭിഷേകത്താൽ, അതെ, ആ ബന്ധനങ്ങളെ ദ്രവിപ്പിച്ച് കളയുന്ന അഭിഷേകത്താൽ നിറയുവാൻ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും, നിങ്ങൾ ഏത് അവസ്ഥയിൽ, ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ കഴിയും. അനേകർക്ക് അവസരമുള്ളതുപോലെ നിങ്ങൾക്കുമുണ്ട്. കോൺടാക്ട് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. സ്ഥലവും സാഹചര്യവും സമയവും ഒന്നും നോക്കണ്ട. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന സന്ദേശമുണ്ട്. വളരെ ബ്ലെസ്സിംഗ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുക. ദിവസേനയിൽ എത്രത്തോളം ചേർന്ന് നിൽക്കുവാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് പ്രാപിച്ച് വളരുവാനായിട്ട് കഴിയും. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുണ്ട്. ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. വെള്ളിയാഴ്ച, ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമാണ്. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണി മുതൽ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റമ്പള്ളിയിൽ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക്. ആ ദേശത്തിലേക്ക് കർത്താവ് ഞങ്ങൾ അയച്ചു. ആ ദേശത്തിൽ കർത്താവിൻ്റെ മഹത്വമേറിയ ഒരു പദ്ധതിക്കായി ഞങ്ങൾ ഈ ദിവസങ്ങൾ ഉരുവാക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക. കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവം, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയൻ ഈ സമയം അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം, ഇവരുടെ മേൽ പകരപ്പെടുന്ന ദൈവസാന്നിധ്യം ഷബാറീതലമാ ഷേഖന ഒന്നുമാകുവാൻ ഒരിടത്തും എത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഒതുക്കിക്കെട്ടിയ മാനുഷിക പൈശാചിക വെല്ലുവിളികളെ തകർത്ത് ആഭിചാരത്താലും ദുർമന്ത്രവാദത്താലും ക്ഷുദ്രപ്രയോഗങ്ങളാലും ഇവരെ കെട്ടിബന്ധിച്ച എല്ലാ കെട്ടുകളെയും പൊട്ടിച്ച് സ്വർഗം ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരണമേ. റാധാലമാ ഷേഖനെ സുംശോനെ കെട്ടിയ കെട്ടുകൾ തീ തൊട്ട ചടനൂൽ പോലെ ഷേഖനെ അത് വെന്തുപോയതുപോലെ ഊഷാബാറീധലമാ ഷേഖനെ ഇവരെ ബന്ധിച്ച എല്ലാ ബന്ധനങ്ങളുമായിട്ട് ഇവരുടെ തൊഴിൽ മേഖലമേൽ വീണ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ, തൊഴിലിടത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഷബാറീധലമാ ഷേഖനെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി നൽകണമേ. ജോലികൾക്കായുള്ള കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ. യെസ്, എല്ലാ പൈശാചിക വ്യാപാരങ്ങളും, രോഗകാരണമായ പൈശാചിക വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. മരുന്നിനും വൈദ്യനും കഴിയാത്തത് സ്വർഗം ഇവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകി മാനിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. ഷബാറീധലമാ ഷേഖനെ യേശുവേ, ഇപ്പോൾ കടഭാരത്താൽ ബാധിക്കപ്പെട്ട് മുൻപോട്ട് എങ്ങനെയെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ സ്വർഗം ഒരു വഴി തുറക്കണമേ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഇവരെ കടത്തിൽ കുടുക്കിയ എല്ലാ കുടുക്കുകളും പൊട്ടിമാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി വിവാഹം അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഭവനങ്ങൾ പണിയപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ഓ ഷബാറീധലമാ ഷേഖനെ അപ്പറങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അതെ, അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നിങ്ങളും ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്നേ. ഈ ബന്ധനങ്ങൾ കഴിയും, കെട്ടുകൾ പൊട്ടും, പ്രാപിക്കേണ്ടത് നമ്മൾ പ്രാപിക്കും. അപ്പോൾ അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ നാളെ പോലെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടെങ്കിലും പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.